മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും 18ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് കുടുംബസംഗമം നടത്തിയത്. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും 18ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. UDF ജില്ലാ ചെയർമാൻ KC രാജൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കേരളത്തിൽ ലഹരിയുടെ ഉപഭോഗം വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഇപ്പൊ ലഹരി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, പഴയ കാലത്ത് ലഹരി എന്ന് പറയുന്നത് അല്പം കള്ളുകുടിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സ്വല്പം കൂടെ മൂത്ത ചാരായം കഴിക്കുക, പിന്നെ കുറച്ച് മാറി വന്നപ്പോ ഫോറൻ ലിക്കർ കഴിക്കുക, കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിരുന്നു. എന്നാൽ ഇന്നിപ്പോ അതെല്ലാം പോയിട്ട് രാസലഹരിയാണ്. അതായത് കാപ്സ്യൂൾ പരുവത്തിൽ, പൊടി പരുവത്തിൽ. പണ്ടൊക്കെ നമ്മൾ പൊടിയെ കണ്ടിട്ടുള്ള ആളുകൾ മൂക്കുപൊടി വലിക്കുന്നതായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ചില വെളുത്ത പൊടികൾ, എനിക്ക് അതിന്റെ എല്ലാത്തിന്റെയും പേര് ഞാൻ പഠിച്ചു വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ ആരാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കൂടുതലും ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാർ. കുട്ടികളിൽ ഈ ശീലം വളർന്നു വരുന്നു. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ഒരാളും ലഹരി ഉപയോഗിക്കാത്ത ഒരാളും തമ്മിലുള്ള ഒരു വ്യത്യാസം. ലഹരി ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഒരാൾ മാന്യമായി സംസാരിക്കുകയും മാന്യമായി പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തും പറയും, എന്തും ചെയ്യും എന്നൊരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ അതിപ്പോഴെല്ലാം നേരത്തെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ പത്രത്തിലുണ്ട്, ഒരു ചെറുപ്പക്കാരൻ അയാളുടെ അമ്മയെ അച്ഛനെയും കൊലപ്പെടുത്തി. അപ്പൊ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ മിക്കവാറും പ്രദേശങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ആ സ്വാതന്ത്ര്യത്തിന്റെ കൈപ്പേറിയ ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ പോകുന്ന ഒരു തലമുറയെ മാറ്റി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യയിലെ അടക്കമുള്ള ഭരണകൂട ഭീകരതകൾ നിലനിന്നു പോകുന്നത്. പ്രിയപ്പെട്ട രാജൻ ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു. എനിക്ക് മുന്നേ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏറെ പ്രിയങ്കരനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ നേരിൽ കാണാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഏറെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ആ ആരാധന പോലും നമുക്ക് ഈ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കിടന്ന് രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു വലിയ കള്ളത്തെ കേവലം ഇവിടെ BJP അടക്കമുള്ള ആളുകളെ, ഇവിടുത്തെ സംഘപരിവാർ അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഇതൊക്കെ ചുമ്മാതെ കാട്ടിക്കൂട്ടുന്ന പ്രഹസനമാണ് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. കേവലം ഒരു ദിവസത്തിന്റെ കഷ്ടപ്പാടല്ല, ഒരു മാസത്തെ കഷ്ടപ്പാടല്ല. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ കാട്ടൂർ, അൻസർ, അഡ്വക്കേറ്റ് KA ജവാദ, നജീം മണ്ണേൽ, രമാ ഗോപാലകൃഷ്ണൻ, സോമൻ പിള്ള, ശശി, താരാഭവനം, തുളസീധരൻ പിള്ള, ബാബു, റെജീന റിയാസ്, ശ്രീജി, SK അനിൽ, അഷ്റഫ് വിളയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.